ഹായ് ഫ്രണ്ട്സ്, സ്പൈസി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ഇഞ്ചി ചതച്ചത്, ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് പെരിഞ്ജീരകം, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കറിവേപ്പില, ഇത്രയും കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബീഫിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചേക്കുന്നതുകൂടെ ചേർത്ത് കൊടുക്കാം. ബീഫിലേക്ക് ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ബീഫ് ഞാനിവിടെ നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് റമ്പയില കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ബീഫ് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് സവാള വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഈ സവാള കൂടെ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഇതൊരു സർവിംഗ് ഡിഷ് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.